ഗൈസ്, അപ്പോൾ ഇതാ ദുവിയുടെ മുഖം നോക്കിയാൽ നല്ല കരഞ്ഞ് പിണങ്ങിയിരിക്കുകയാണ്. അതാ വണ്ടി കയറിയപ്പോൾ കണ്ട അവൻ ഓണായി. അവന് ഭയങ്കര ഇഷ്ടമാണ് വണ്ടിയിൽ പോണത്. അപ്പം നമ്മളിന്ന് പോകുന്നത് വേറെ എവിടെയല്ല, നമുക്കിവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം നടക്കുവാണ്. അപ്പം ഞങ്ങളുടെ ആലപ്പുഴ ഏരിയയിൽ അങ്ങോട്ടൊക്കെ കണ്ടിട്ടുള്ളൂ ഈ കെട്ട് കാഴ്ച, മറ്റേ കാളയൊക്കെ ഇല്ലേ, അത് ഇങ്ങോട്ടൊന്നും ഞാനധികം കണ്ടിട്ടില്ല. അപ്പം ഇവിടെ ഒരു അടുത്ത അമ്പലത്തിൽ ഈ വെട്ടം നടത്തുന്നതാണ് ഉണ്ണി എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം നമ്മളത് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതാ നമ്മൾ മൂന്നുപേരും കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ അതാ അച്ഛൻ ബസ്സും കയറി അച്ഛൻ്റെ തോളത്ത് കൈയൊക്കെ പിടിച്ചിട്ട് ഇതാ നോക്കുന്നത്. വണ്ടി ഭയങ്കര ഇഷ്ടമാണ് ദുവിക്ക്. എത്ര കരഞ്ഞിട്ട് എത്ര വാശി പിടിച്ചിരുന്നിട്ട് വണ്ടി കയറ്റി അവ ഭയങ്കര ഹാപ്പി ആവുക. അപ്പോൾ നമ്മളിതാ പോണ വഴിക്ക് ഇതാ കനാൽ നമ്മൾ കനാലെന്നാണ് പറയുന്നത്, ഇവിടെ ഉള്ളവരൊക്കെ ചാനൽ എന്നാണ് പറയുന്നത്. അതിന് ഡാമിൽ നിന്ന് തുറന്നു വിടുന്ന സംഭവമാണ് അത്. അപ്പോൾ അതിൽ നിറയെ വെള്ളമുണ്ട്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് കുറേ പേര് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ പകുതിക്ക് വെച്ചാണ് ഘോഷയാത്ര കാണാൻ പോയത്. 4 കാള എങ്ങാണ്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യത്തെ കാളയുടെ അവിടെ കാണാൻ വേണ്ടി പോയപ്പം ഈ സാധനത്തിന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊള്ളു പോയത്. അപ്പോൾ ദുവി എൻ്റെയിലായിരുന്നു, ഫോണും എൻ്റെയിലായതുകൊണ്ട് അത് വന്ന് ദുവി കളിപ്പിക്കുന്നത് എനിക്ക് നല്ലപോലെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലേ. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോവാണ്. എന്നിട്ട് ദുവി നല്ല ഇതായിട്ട് നോക്കുന്നുണ്ട്. ദുവി ഇതെന്ത് സംഭവം, ഇത് നമ്മൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്, അങ്ങനൊരു ഒരു അത്ഭുതപ്പെട്ടാണ് അവന് നോക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും വന്ന് നമ്മുടെ അടുത്ത് ദുവിയുടെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഓടിപ്പോയി. അങ്ങനെ പിന്നെ DJ വണ്ടി, പിന്നെ കുറേ പിള്ളേരുടെ ഡാൻസ് കളി, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരാൻ തുടങ്ങിയേ. അങ്ങനെയെല്ലാം നമ്മൾ നോക്കിക്കൊണ്ട് നിന്നേ. അപ്പോൾ അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ കാള. ഇത് നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഒരുപാടുണ്ട് ഇതിൻ്റെ ഘോഷയാത്ര, ഇങ്ങനത്തെ കെട്ടുകാഴ്ച. പക്ഷെ ഞാൻ ഇങ്ങോട്ട് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഈ കാളയെ നമ്മുടെ ഓച്ചിറയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് മറ്റേ അനൗൺസ് ചെയ്തുകൊണ്ട് പോയത്. അപ്പോൾ എനിക്കിങ്ങനെ എന്തോ ഒരു രോമാഞ്ചം പോലെ തോന്നി. കാരണം നമ്മുടെ അവിടുന്ന് ഇവിടം വരെ കൊണ്ടുവന്ന് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം എന്തോ. അങ്ങനെ അതൊക്കെ പോയിട്ട് ഇതെല്ലാം ഉണ്ണിയുടെ ഫ്രണ്ട്സാണ്. ഞാൻ ഫോൺ ഓണാക്കുന്ന കണ്ടപ്പോഴേ എല്ലാവരും എടുത്ത് ചോടുവാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും അടുത്തത് കാണാനായിട്ട് പോകാനായിട്ട് റോഡിൽ നിൽക്കുവാണ്. കണ്ട അവൻ എന്നെ ആക്രമിക്കുന്നതാണ്. അപ്പം നമുക്ക് ബാക്കി അടുത്ത വീട്ടിൽ കാണാമേ.